ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമുക്ക് തവരപ്പേരി ഉണ്ടാക്കാം. തവര പറിക്കാൻ പോയതാണ് ഞങ്ങൾ. തവരേൻ്റെ തളിരില നോക്കി ഉള്ളി എടുക്കണം. തൂമ്പയില കേട്ടോ, തൂമ്പയിലയാണ് ഉള്ളി എടുക്കുന്നത്. ദേവുണ്ട് എൻ്റെ കൂടെ തവരയില പറിക്കാൻ. ഇവർക്ക് തവരയില എന്താണെന്നും ഒക്കെ കാണല്ലോ. അപ്പോൾ ഞാൻ ഒരേയും കൂട്ടിയാണ് പറിക്കാൻ വന്നത്. അതുപോലെയുള്ള തളിരില നോക്കിയാണ് ഉള്ളി എടുക്കുന്നത്. അപ്പോൾ തവരയിലയിൽ നിറയെ ഈ പുഴുക്കുത്തലും ഇത് പച്ചത്തുള്ളനൊക്കെ വെട്ടുമല്ലോ, അപ്പം അങ്ങനെ ഉണ്ടാവും. ഇതാ ഞങ്ങൾക്കൊരു കൊട്ട നിറയെ തവര കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെയാണ് ക്ലീനിങ് ഉള്ളത്. ഇതിൽ പച്ചത്തുള്ളൻ കുത്തിയതും പുഴു കടിച്ചതൊക്കെ ആയുള്ള ഇലകളൊക്കെ മാറ്റി ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഏറ്റവും വലിയ പണി അതാണിതാ. ഇത്രയും നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പകുതിയോരം ഇത് പുഴുക്കടിയുള്ള ഇലയൊക്കെയാണ്. അതൊക്കെ മാറ്റിയെടുത്ത് ഇനി ഇത് നന്നായി കഴുകണം. അതുപോലെ തന്നെ നമ്മളെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് ഇതുപോലെ വീഡിയോസൊക്കെ ഇടാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത് നന്നായി കഴുകി എടുക്കുക. എന്നിട്ട് ചെറുതാക്കി മുറിച്ചിട്ടെടുക്കുക. ഞാൻ തൂമ്പയില ആയതുകൊണ്ട് തണ്ടോടൊക്കെ തന്നെയാണ് വെക്കുന്നത്. മൂത്ത തണ്ടൊക്കെ ഉണ്ടെങ്കിൽ അത് മുറിക്കുന്നതിനിടെ ഇങ്ങനെ കട്ടിയാകുമ്പോൾ അതും എടുത്ത് മാറ്റിയാൽ മതി. തണ്ട് ഞാൻ ചെറുതാക്കി മുറിച്ചിടുന്നുണ്ട്. ഇല ഞാൻ കുറച്ച് ഇതാകുന്നത്, അത് പെട്ടെന്നൊരു വാടലിന് അതൊക്കെ വാടി അങ്ങ് പോവും. ഒരു നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ. ചിലവർക്കൊന്നും ഇതിൻ്റെ മണം അങ്ങനെയൊന്നും പിടിക്കില്ല. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങയും അതിലേക്ക് ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചതച്ചെടുത്തേക്ക് ചീഞ്ചട്ടി വെച്ച് കൊടുക്കുക. ഇവിടെ നല്ല മഴയാണിപ്പോൾ. അപ്പോൾ ആ ചട്ടി ചൂടാകാൻ നിൽക്കുകയാണ്. ചട്ടി ചൂടായി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ എടുക്കുന്നുള്ളൂ, കാരണം ഒതുക്കിയിട്ട് ഉപ്പേരി വെക്കുന്നത് കൊണ്ട് അധികം വെളിച്ചെണ്ണ ആവശ്യമില്ല. കടുക് പൊട്ടാൻ മാത്രം വെളിച്ചെണ്ണ എടുക്കുന്നുള്ളൂ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇതാ പൊട്ടി തുടങ്ങി. ഇനി പെട്ടെന്നാവുമല്ലോ. മഴക്കാലത്തൊക്കെ ഈ തവരയൊക്കെ ഉണ്ടായി വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മഴക്കാലത്ത് മാത്രം കർക്കിടക ആ സമയമൊക്കെ ആകുമ്പോൾ ഇത് നല്ല ഇങ്ങനെ മുളച്ച് വരുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് പറിച്ച് ഉപ്പേരി വെക്കെല്ലാവരും. ഒരു പിടി തവര തിന്നാൽ ഒരു നായ് ചോര അങ്ങനെയൊക്കെ പഴഞ്ചൊല്ലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ഉപ്പേരിയായി തുടങ്ങി. ചൂടുള്ള ചട്ടിയിലേക്ക്, നല്ല ചൂടുള്ള ചട്ടിയാണ്. അപ്പോൾ അധികം തീയൊന്നും കത്തിക്കണമെന്ന് പെട്ടെന്ന് തന്നെ വാടി കിട്ടും. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതൊരു കയ്യിൽ ഫോണും ഒരു കൈ കൊണ്ട് ഇളക്കി കൂടി ചെയ്തത്. അപ്പോൾ ക്ലിയറായി ഒന്നും കിട്ടാതെ അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഒതുക്കി വെച്ച തേങ്ങയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കുക. ഞങ്ങൾക്ക് ആദ്യം ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെയോ പോയി 500-600 സബ്സ്ക്രൈബറൊക്കെ ആയിരുന്നു. അപ്പോൾ അത് പോയി. അപ്പോൾ അതിലുള്ളവരും ഇതുപോലെയൊക്കെ ഉണ്ട്. ദുർഗാലക്ഷ്മി ഒഫീഷ്യൽ എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ അതിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ സപ്പോർട്ട് ചെയ്യണേ ഞങ്ങളെ. അപ്പോൾ ഉപ്പേരിയായി. നമുക്ക് കഴിച്ച് നോക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റ്.